അഹമ്മദാബാദിൽ, കൊൽക്കത്തയിൽ, ഹൈദരാബാദിൽ, രാജ്യം മുഴുവൻ എത്രയോ തീവ്രവാദി ആക്രമണം വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാശ്മീർ ഒഴികെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള തീവ്രവാദി ആക്രമണങ്ങളും അതോടൊപ്പം തന്നെയുള്ള അസ്ഥിരതയും എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു. ഇനി തീവ്രവാദി ആക്രമണമാണ് തീർച്ചയായിട്ടും പാകിസ്ഥാനെ പോലെയുള്ള പ്രവർത്തനത്തെ വളർത്തുന്ന ഒരു രാജ്യം. അവർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങും എന്ന് നമുക്ക് കരുതുന്നത് അവരെ അടിച്ചൊതുക്കുക മാത്രമാണ് വഴി. അവർ ഏതൊക്കെ സമയത്ത് തലപൊക്കാൻ വേണ്ടി തയ്യാറാകുന്നു ആ സമയത്തേക്ക് അടിച്ചൊതുക്കിയാണ് 47 തുടങ്ങിയതാണ് അവര്. 2025 വരെയും ഒരു തോന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നാളെ അവർ തീവ്രവാദം ആ രാജ്യത്തിലുള്ള തീവ്രവാദം ഇല്ലാതാവണമെങ്കിൽ ആ രാജ്യം പൂർണ്ണമായിട്ട് ഇല്ലാതെയാവുക എന്നൊരു വഴിയുള്ളൂ. ഇവിടെ നമുക്ക് ചെയ്യുവാൻ വേണ്ടി കഴിയുന്നതാണ് പരമാവധി നമ്മുടെ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇനിയൊരു ആക്രമണം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നോക്കുക. പരമാവധി ആക്രമണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ശക്തമാക്കുക. ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്കെതിരെ ആക്രമണം ഉണ്ടായെങ്കിൽ പൂർവാധിക ശക്തിയോട് തിരിച്ചടിച്ച് അവരുടെ നട്ടം ലഭിക്കുക. ആ നട്ടം ലഭിക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നടത്തുന്നത്. ആദ്യം ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദത്തെ മുഴുവൻ 1979 ശേഷം പാകിസ്ഥാൻ മുഴുവൻ കഴിഞ്ഞു. പാകിസ്ഥാൻ മുഴുവൻ കഴിഞ്ഞായി അതിനേറ്റവും കീഴ്ചാക്രമിക്കാൻ ശ്രമിച്ചു. പിന്നീട് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. പിന്നീട് അവരുടെ എയർബേസുകൾ ആക്രമിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ട് ആ രാജ്യത്തിന് നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ അറ്റാക്കുകൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴും കേന്ദ്ര സർക്കാരിനോടൊപ്പം സൈന്യം പറയുന്നതാണ് ഈ സീസ് ഫയർ എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ എന്തല്ല, അതിന്റെ ഒരു അവസാനമല്ല. സീസ് ഫയർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ താൽക്കാലികമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ നമുക്കിനെ യുദ്ധമായിട്ട് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ലാത്തതുകൊണ്ടും. പാകിസ്ഥാനെ പോലെയല്ല വികസനത്തിന്റെ കാര്യം നമുക്ക് ഒരുപാട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഉത്തരവാദിത്തപ്പെടുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മുടെ അംഗീകരിക്കും എന്നതിനപ്പുറത്തേക്ക് ഓപ്പറേഷൻ സിന്ധുവും അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാനെതിരെയുള്ള നമ്മുടെ നടപടികൾ അവസാനിച്ചിട്ടില്ല. തീവ്രവാദത്തിനെതിരെയുള്ള നമ്മുടെ 47 മുതൽ നമ്മൾ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യാതൊരു പ്രവർത്തനം അവസാനിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ചില സംശയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടായി. ഇപ്പൊ അവസാനം സേനമേധാവികളുടെ പ്രത്യേക അവസാനിക്കുന്നതാണ് 30-40 വരുന്ന ഫ്ലാറ്റ് സൈനികരടക്കം നടപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവനായിട്ടും അതോടൊപ്പം കാണ്ഡഹാറിൽ നമ്മുടെ വിമാനം ആയിരിക്കുന്ന ആളെ ഉൾപ്പെടെ നമ്മൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. പലയിടങ്ങളിലും വലിയ ഗർത്തമായിട്ട് മാറിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞു. ഇത് ഇനിയും നീണ്ടു പോകും. ഇതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ വരട്ടെ. ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. ഇതുവരെയുള്ള നിലപാടുകൾ പൂർണ്ണമല്ല എന്ന് കരുതുന്നതെന്നാണ് എന്ന ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാകും കോൺഗ്രസ് കരുതുന്നത്. ഒരിക്കൽ ട്വീറ്റ് ചെയ്യുകയും അത് പിന്നീട് കോൺഗ്രസ് തന്നെ ഈ അവസരമല്ല അതിന് വേണ്ടത് എന്ന് തിരിച്ചുകയും ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഇനിയും ഉയർത്തുന്നത്. തീർച്ചയായും നോക്കൂ, ഈ ആദ്യമായി ഒരു ആക്രമണം ഉണ്ടാകുന്നതിന്റെ പിറ്റേ ദിവസം കോൺഗ്രസിന്റെ ഉന്നതാധികാര CWC വിളിച്ചു ചേർത്ത് ഇത് പാസ്പോർട്ട് ടെററിസമാണ് എന്ന് ഈ രാജ്യത്ത് യോഗ സാധ്യത പാർട്ടിയുടെ പേര് കോൺഗ്രസിൻ്റെതാണ്. ആദ്യമായി ഈ രാജ്യത്ത് ഈ ലോകത്ത് പൂർണ്ണമായി സർക്കാരിനൊപ്പം ചേർത്ത് നിൽക്കാൻ പോകുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെ മറുപടി കൊടുക്കുന്നത് വരെ അവിടെ കൊല ചെയ്യപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ അമ്മമാരുടെ അനിയത്തിമാരുടെ കുട്ടിമക്കളുടെ ഒക്കെ രക്തത്തിന് പകരം വീട്ടുന്നത് വരെ യാതൊരു രാഷ്ട്രീയ ഐക്യമില്ലാതെ സർക്കാരിനോട് ചേർന്ന്
എനിക്ക് അറിയേണ്ടത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ട്വിറ്ററിലെ പോസ്റ്റ് വഴിയാണോ ആണോ അതോ നേരത്തെ ആരോഗ്യ കമ്പനി കൊടുത്തതുപോലെ അമേരിക്ക പോലും വിലകൽപ്പിക്കാത്ത ട്രംപ് എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്കിലെ ട്വിറ്ററിലെ വാട്സപ്പിലെ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണോ ഈ രാജ്യത്തിന് തിരിച്ചറിയാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ട്വിറ്റർ അക്കൗണ്ട് നോക്കിയിട്ടാണോ നമ്മൾ ഒപ്പിട്ടിരിക്കുന്നത് ഏത് കലാപരിപാടി ചോദിക്കില്ലേ പാകിസ്ഥാനുമായി മോഡി സംസാരിക്കുമ്പോ ഈ കണ്ണീർ മണ്ഡലത്തെ BJP പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ട് ഔദ്യോഗികമായി നടത്തുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ പാകിസ്ഥാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്ന് പറയാൻ പറ്റുന്നത്. രണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ആരുമായിക്കോട്ടെ ട്രംപ് ആയിക്കോട്ടെ ബൈഡൻ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നിക്സൺ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് ഏറ്റവും ആദ്യമായി അയാളും അയാളുടെ വൈസ് പ്രസിഡന്റും US സ്റ്റേറ്റ് സെക്രട്ടറിയും ആദ്യമായി ലോക്സഭയിൽ വിളിച്ചു പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ കൈകൊടുത്തു അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും പറയുമ്പോൾ അത് അങ്ങനെയല്ല വംശവാദത്തിനാണ് എന്ന് ഇതുവരെ ഒരു BJP നേതാവെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? ദേശീയ തലത്തിൽ അങ്ങനെ പറയണ്ട പ്രധാനമന്ത്രിക്ക് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ സമയമില്ല റാലികളിൽ പങ്കെടുക്കാനായിരുന്നു തിരക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഇന്ന് ചിലപ്പോൾ വ്യക്തി തോന്നിയാൽ സമയത്തിലാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് BJP ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി നേതാവ് ഏറ്റവും കൂടുതൽ പ്രതിരോധ വകുപ്പിൽ അല്ലെങ്കിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട നിലപാട് പറയുന്ന വിദേശകാര്യമന്ത്രി ആളുകൾ ആ വിദേശകാര്യമന്ത്രി ഇത് അങ്ങനെയല്ല അതായത് ഇങ്ങനെയാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് നമ്മളെ പഠിക്കണമെന്ന് നമ്മളെ ബാധിക്കണമെന്ന് കുട്ടിപിടിച്ച് കരഞ്ഞറിയിച്ചു പാകിസ്ഥാൻ അവരുടെ ആത്മാഭിമാനം കൊണ്ടുവന്ന് ഇന്ത്യൻ പഠിക്കൽ അടിയറവ് വെച്ചപ്പോഴാണ് നമ്മളെ സമ്മതിച്ചത് എന്ന് പറയാൻ പറ്റുമോ ആ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാതെയാണല്ലോ വാജ്പേയി വിട്ടതുപോലെ ഈ ഇന്ത്യയുടെ ദുർഗം വ്യക്തമായി മാറാനോ ഒന്നും സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അമേരിക്കയുടെ ട്രംപിന്റെ പഠിക്കാൻ കൊണ്ടുപോയി ഇന്ത്യൻ ആത്മാഭിമാനം അടിയറവ് വെക്കാതിരിക്കാൻ അടിയറവ് വെക്കാതിരിക്കാനുള്ള ഒരു മിനിമം മര്യാദ കാണിക്കുന്നത് അങ്ങനെ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനം ഇന്നുണ്ടാകുമെങ്കിൽ അത് അമേരിക്കയുടെ മന്ത്രിസഭയിൽ അംഗത്തിരിക്കേണ്ടത് എന്ന ബോധ്യം ഉണ്ടാകുമെങ്കിൽ അമേരിക്കയുടെ കേട്ട് അമേരിക്കയുടെ കുറ്റുകലത്തിലൂടെ പേടിച്ച് അറച്ച് അങ്ങനെ ഒരു എഗ്രിമെന്റിലേക്ക് പോകുന്നത് ആത്മാഭിമാനം കശ്മീർ വിഷയം പോലും ആ തരത്തിലേക്ക് മാറും. ആ തരത്തിലേക്ക് ഇപ്പോൾ മാറും. അങ്ങനെ മാറ്റാൻ നിർബന്ധിതരാകും കമ്മിറ്റഡാകും അങ്ങനെ കൂടി കോൺഗ്രസ് കരുതുന്നുണ്ട്. അല്ല ഇനി അങ്ങനെ നിർബന്ധിതരാകും ഈ വിഷയത്തിൽ അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എനിക്ക് കോൺഗ്രസ് ആലോചിക്കുന്നത്. അവിടെയാണ് രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി UN-ൽ സംസാരിച്ചതാണ് ഞങ്ങൾക്ക് ആരുടെ ഉപദേശം വേണ്ട ഞങ്ങൾ പണിയുമായി അവർക്ക് ഞങ്ങൾ പ്രതിരോധവുമായി അവർക്ക് ആ ഡിഫൻസിൽ ഞങ്ങൾക്ക് സഖ്യകക്ഷികളാണ് ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യുന്ന പോലെയാണ് അത് ഉപദേശമല്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ഒരു ഏറ്റുപദേശം പറയാൻ വേണ്ടി ഒരു നാളുമില്ലേ നോക്കൂ അമേരിക്ക ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഏകാധിപത്യമല്ല. അമേരിക്ക എന്ന് പറയുന്നത് 70-കളിലെ പോലെ 80-കളിലെ പോലെ 90-കളിലെ പോലെ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ബഹുജൻ ഭീകരമല്ല. അമേരിക്കയ്ക്ക് ബദലായി എത്രയോ രാജ്യങ്ങളിൽ ഉയർന്നു വരുന്നു. റഷ്യയുണ്ട് അതും റഷ്യ വ്യക്തമാണ്. പക്ഷേ ഇന്ന്